ഖത്തറിൽ നിന്ന് നാട്ടിലേക്കുള്ള വഴിയാണ്. ഒരു വ്ലോഗ് എടുക്കാനുള്ള മൂഡിലല്ലായിരുന്നു, അതാണ് ഇപ്പോൾ എടുത്തത്. അപ്പോൾ ഫ്ലൈറ്റിലേക്ക് കയറുന്ന വഴിയാണ്. Please follow the social distance signs. ഖത്തർ എയർവേയ്സ് അവർ തരുന്ന BPs ആണ് ഈ ഫേസ് ഷീൽഡ്, പിന്നെ ഒരു സാനിറ്റൈസർ തന്നു, പിന്നെ മാസ്ക്. അവർ തന്നത് സർജിക്കൽ മാസ്കാണ്. ഇത് N95 ഞാൻ വാങ്ങിച്ചാണ്. അപ്പോൾ ഫ്ലൈറ്റിനുള്ളിൽ കയറാണ്. ഉള്ളിലേക്ക് കയറിയാണ്. ബിസിനസ് ക്ലാസ് വഴിയാണെന്ന് തോന്നുന്നത്. ബിസിനസ് ക്ലാസ് നമുക്ക് സീറ്റില്ല. ഫുള്ള് കാലിയാണല്ലോ. എല്ലാവരും ഫുൾ കവറോളിലാണ്. ഞാൻ കവറോളിലാണ്. എൻ്റെ സീറ്റ് നമ്പർ 43. അങ്ങനെ അവസാനം ഫ്ലൈറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ സോഷ്യൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സെൻറ്ററിലുള്ള സീറ്റ് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ചേട്ടാ നാട്ടിലെവിടെ സ്ഥലം? ആലുവ. എനിക്കൊരു പ്രതീക്ഷയില്ല. ഇപ്പൊ പോകാൻ പറ്റുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എത്രയും പെട്ടെന്ന് 2-3 ദിവസം ഒരു ഇതില്ലായിരുന്നു. അവിടെ നിന്നുള്ള യാത്ര തന്നെ ഒരുപാട് പ്രശ്നങ്ങളോട് കൂടിയല്ലേ അവിടെ നിന്ന് തുടങ്ങിയത്. നമ്മള് മെസ്സേജിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ വന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ കുറച്ച് റൂമേഴ്സൊക്കെ വന്നത് ക്യാൻസൽ ആവാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാനും കേട്ടായിരുന്നു. ആദ്യമേ നമ്മൾ കുറച്ച് പേടിച്ചു പോയി, ഫ്ലൈറ്റ് ഡിലേ ആണ്. അത് കഴിഞ്ഞ് പിന്നെ അവര് നമ്മളെല്ലാം നിന്ന് കഴിഞ്ഞപ്പോ പറഞ്ഞ് എന്തൊക്കെയോ ഡിലേസ് ഉണ്ട്, വണ്ടി വരാനാണ് ഡിലേ ആണെന്ന് പറഞ്ഞു. എന്നിട്ട് 6 മണി എന്ന് പറഞ്ഞത് 8:30 നമ്മളൊന്ന് പോകുന്നപ്പോ അതിന്റെ ഇടയ്ക്ക് പോകുന്ന വണ്ടി കുറെ ഓടിക്കഴിഞ്ഞപ്പോ ഡ്രൈവർമാർക്ക് ആർക്കും എയർപോർട്ടിലേക്ക് പോകാനുള്ള വഴി അറിയാൻ പാടില്ല. അതൊരു വലിയ തമാശയും. ഖത്തറിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഡ്രൈവർക്ക് എയർപോർട്ടിൽ പോകാൻ വഴി അറിയാലോ. പ്രശ്നമായി. അവരുടെ പ്ലാൻ എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല. അത് ഞാൻ അവിടെ ഒരു 1.5 മണിക്കൂറോളം വഴിയിൽ വണ്ടി നിർത്തിയിട്ട് അതിനുശേഷം എന്താണ് അവിടെ നിന്ന് വണ്ടി എടുത്ത് എല്ലാവരും ഒറ്റ ബഹളമൊക്കെ കഴിയുമ്പോൾ വണ്ടി എടുത്ത് പിന്നെ വണ്ടി സ്ലോ ആയിട്ട് പോയിക്കൊണ്ടിരുന്നത്. അതായത് 1.5 മണിക്കൂർ കൊണ്ട് നമ്മുടെ സൽക്കൂറിൽ നിന്ന് റാസ്ലഫാൻ സിറ്റിയിൽ നിന്ന് എയർപോർട്ടിൽ എത്തേണ്ട വണ്ടി 3 മണിക്കൂർ കൊണ്ട് എത്തിയത്. അതായത് നമ്മള് കൊച്ചിയിൽ നിന്ന് ദോഹയിൽ വരുന്ന സമയത്ത് അൽക്കൂറിൽ നിന്ന് എയർപോർട്ടിൽ വരും. പിന്നെ എയർപോർട്ടിൽ വരുന്നതിന്റെ ഇടയ്ക്ക് അവിടെ എത്താറായപ്പോഴത്തേക്ക് എയർപോർട്ടിന് ഒരു 10 മിനിറ്റ് ദൂരെ ഉള്ള സ്ഥലം പറ്റിയ വണ്ടി നിർത്തി പാസ്പോർട്ട്, അത് ഒരു ഓർഡർ ഇല്ലാണ്ട് കുറെ പാസ്പോർട്ട് പെറുക്കി കൊണ്ടുവരും. ബസ്സിൽ നിന്ന് പേര് വിളിക്കും. അവസാനം ആ പാസ്പോർട്ടിനകത്ത് ആരും ഉണ്ടാവില്ല, അതെടുത്തുകൊണ്ട് പോകും. അങ്ങനെ ഭയങ്കര ഒരു സീനൊക്കെ സൃഷ്ടിച്ചിട്ടാണ് അവർ നല്ല എയർപോർട്ടിൽ കൊണ്ട് ഇറക്കിയത്. എയർപോർട്ടിൽ ഇറങ്ങിയത് പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ ഈ കമ്പനിയുടെ അകത്തുനിന്ന് കയറി എയർപോർട്ടിലായല്ലോ. പിന്നെ അവിടുത്തെ പ്രൊസീജിയറൊക്കെ നല്ല പ്രൊസീജിയേഴ്സ് ആയിരുന്നു. പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. എയർപോർട്ടിനകത്ത് കുഴപ്പമില്ല. നമുക്കിപ്പം കയറുന്ന സമയത്ത് എക്സ്ട്രാ PPEs ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മള് ഫ്ലൈറ്റിന്റെ ഉള്ളിൽ ഇരിക്കണം. ഇനിയിപ്പോ ഇവിടുന്ന് നേരെ പൊങ്ങി കഴിഞ്ഞാൽ 4 മണിക്കൂർ കൊണ്ട് കൊച്ചിയിൽ ഇറങ്ങും. അത് കഴിഞ്ഞ് ഹോം ക്വാറന്റൈൻ ആണ്. അത് കഴിഞ്ഞാൽ ഞാൻ പോകുന്നത് സർക്കാർ ക്വാറന്റൈനിലേക്കാണ്. കാരണം ഈ വീട്ടില് പ്രായമുള്ള അമ്മ, 2 പിള്ളേര്, ചെറിയ പിള്ളേരൊക്കെ ഉണ്ട്. അപ്പൊ അത് പ്രശ്നമാണ്. നമ്മൾ സർക്കാർ ക്വാറന്റൈനിൽ പോകാനാണ് പ്ലാൻ. പിന്നെ എല്ലാം അവിടെ ചെന്നതിന് ശേഷമുള്ള പ്ലാനുകൾ ക്വാറന്റൈൻ ചെയ്യാനാണ്. പക്ഷെ ഫാദർ ഇപ്പം ഓൾറെഡി ക്വാറന്റൈനിലാണ്. അപ്പൊ അറിയില്ല, ഞാൻ അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ. അതെന്താന്ന് വെച്ചാൽ നമ്മൾ വരുന്ന വഴിക്ക് ബസ്സിലെ ഡ്രൈവർമാർ വണ്ടി അടയ്ക്ക് നിർത്തിയില്ല. കറക്റ്റ് ടൈമിൽ എടുക്കണം.
ആണെന്ന് തോന്നുന്നു. ഇത് 1:58 ആണല്ലോ. 2:15 അത് എടുക്കേണ്ടത്. വേറെ ഫ്ലൈറ്റ് കുറവല്ലേ, അപ്പൊ കറക്റ്റ് ടൈം എടുക്കണം. റൺവേ ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ വരുന്ന വഴിക്ക് നമ്മുടെ ബസ്സിലാണ് വന്നത്. അപ്പം ബസ് കുറച്ച് നേരം നിർത്തിയിട്ട് നമ്മളോർത്ത് ഡ്രൈവർമാർക്ക് പുതിയ ഡ്രൈവറാണെന്ന് തോന്നുന്നു, പുള്ളിക്ക് വഴിയൊന്നും അറിയത്തില്ലായിരുന്നു. സമയം എടുത്ത് വരാനായിട്ട് ശരിക്കും 2 മണിക്കൂർ കൂടുതലെടുത്തു വരാനായിട്ട്. പ്രശ്നമില്ല, നമ്മൾ ഫ്ലൈറ്റ് 2:15 എന്നാണ് പറഞ്ഞത്. 1:45 ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞു. വെളിയിലിട്ട് നോക്കിയാൽ ഒരു ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട്. ഖത്തർ എയർവേസിൻ്റെ ഫ്ലൈറ്റിനുള്ളിൽ ഇരുന്നിട്ട് ഒന്നും കഴിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. സേഫ് അതല്ലേ. മാക്സിമം നമ്മൾ ഈ എത്ര മണിക്കൂറാണെന്ന് വെച്ചാൽ ഇപ്പോൾ 4 മണിക്കൂറാണ് കഴിക്കാതിരിക്കുക. ഗ്ലൗസ് റിന്യൂ ചെയ്യാതിരിക്കുക. ബാത്റൂം ബുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. മാക്സിമം ബാത്റൂം ബുക്ക് പലതരത്തിലുള്ള ആൾക്കാർ വരുന്നത്. അപ്പോൾ അത് ആണ് മാസ്ക് പ്രത്യേകിച്ച് N95 യൂസ് ചെയ്യുക. നോർമൽ സർജിക്കൽ മാസ്ക് യൂസ് ചെയ്യുക. N95 നമുക്കിവിടെ ഉള്ളത് യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു ഹെഡ്സെറ്റ് ഇതുവരെ തന്നിട്ടില്ല, തരുമെന്ന് തോന്നുന്നില്ല. എൻ്റെ പ്രദീപ് ഇങ്ങോട്ട് നോക്കും. പ്രദീപ് ഇങ്ങോട്ട് നോക്കൂ. എൻ്റെ ഫ്രണ്ട് പ്രദീപാണ്. പ്രദീപും ഫുള്ള് റിപ്പോർട്ടിൽ ടോറോളും ഫേസ്ഷീൽഡും മാസ്കും എല്ലാം സാനിറ്റൈസർ ഉണ്ട്. ഈ സാനിറ്റൈസർ എവിടെ നിന്ന് കിട്ടിയതാ? അവർ കൊടുക്കല്ലേ. എനിക്ക് വേറൊരു കുപ്പി കിട്ടിയത്. നമ്മുടെ ഫ്ലൈറ്റ് മൂവായി തുടങ്ങിയിരിക്കുകയാണ്. അവിടെ കിടക്കുന്ന മുഴുവൻ ഖത്തർ എയർവേസ് ഫ്ലൈറ്റ്. അങ്ങനെ നമ്മുടെ ഖത്തറിനോട് വിട പറയാൻ പോവുകയാണ്. ഫ്ലൈറ്റ് പൊങ്ങിയിരിക്കുകയാണ്. ഖത്തറിനോട് വിട പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. 2 ഫോം ഇവർ കൊണ്ടു തന്നിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ഇമിഗ്രേഷൻ കൗണ്ടറിൽ കൊടുക്കാനും ഒന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കാനും. ഇതിൽ നമുക്ക് ഒരു കിറ്റിനകത്ത് കുറച്ച് സ്നാക്സും സാൻഡ്വിച്ചും കൊണ്ടു തന്നിട്ടുണ്ട്. ഇത് സാൻഡ്വിച്ച് ആയിരിക്കും. പിന്നെ ഒരു കപ്പ് കേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ പിന്നെ ഒരു മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്രീൻ ആപ്പിള്, പിന്നെ പിന്നെ ഒരു ക്രഞ്ചി ഓട്സ് ആൻഡ് ഹണി, ഏതോ ഒരു ചോക്ലേറ്റ് പോലത്തെ ബിസ്ക്കറ്റ് പോലെ, പിന്നെ കുറച്ച് വെള്ളം, അടിപൊളി കുപ്പി.
പിന്നെ കുറച്ച് കർഡുണ്ട്. ഇതിനുള്ളിൽ റിഫ്രഷിങ് ടവലുണ്ട് 2 പിന്നെ സ്പൂണ്, സോൾട്ട് ആൻഡ് പേപ്പർ, ഷുഗർ, ക്രീം. അങ്ങനെ 4.5 മണിക്കൂറത്തെ നീണ്ട യാത്രയ്ക്ക് ശേഷം കേരളത്തിന്റെ അതിർത്തിയിലേക്ക് അടുത്തുവരികയാണ്. അങ്ങനെ നമ്മൾ കൊച്ചിയുടെ മണ്ണിൽ കാല് കുത്തിയിരിക്കുകയാണ്. ഒരിക്കലും പ്രതീക്ഷയല്ല ഇങ്ങനെ പെട്ടെന്ന് എത്താൻ പറ്റുമെന്ന്. അപ്പോൾ നമ്മോട് വന്നവരെല്ലാവരും മൊബൈലിൽ അവരുടെ വീട്ടിലൊക്കെ വിളിക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ എത്തിയെന്നുള്ള സന്തോഷം അവരെ അറിയിക്കാൻ വേണ്ടി. നമ്മളോട് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് പേരെ വെച്ച് അവർ ഇറക്കുന്നുണ്ട്. ആദ്യം ഒരു 8 പേരെ ഇറക്കി, പിന്നെ ഒരു 5 പേരെ ഇറക്കി. അങ്ങനെ സോഷ്യൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് അതങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇനിയിപ്പം ഞാൻ നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു ന്യൂസ് കിട്ടും, അപ്പം സർക്കാർ മാക്സിമം ആൾക്കാരെ വീട്ടിൽ പോകാൻ പറ്റുന്നവരെ ക്വാറന്റൈൻ ചെയ്യാൻ സൗകര്യമുള്ളവരെ വിടുന്നതെന്ന് കേട്ടു. അപ്പോൾ മിക്കവാറും പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ സമയം 9 മണിയാകാൻ 5 മിനിറ്റ് ഉണ്ട്. 9:30 ലാൻഡ് ചെയ്യുന്ന ഫ്ലൈറ്റാണ്. അപ്പോൾ നേരത്തെ തന്നെയാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത്. ഇപ്പോൾ ടാക്സി വിളിച്ചു. ഹോം ക്വാറന്റൈനിലാണ് ഇപ്പോൾ. ഇന്നലെ മുതൽ മിക്കവാറും എല്ലാവർക്കും ഹോം ക്വാറന്റൈനിൽ ഇരിക്കാൻ പറ്റും. അപ്പോൾ വീട്ടിലേക്ക് പോവാണ്. ഹോം ക്വാറന്റൈനിൽ വീട്ടിൽ തീരെ സൗകര്യം ഇല്ലാത്തവർക്ക് മാത്രമേ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ഉള്ളൂ. കാരണം ഒരുപാട് പേര് ഗൾഫിൽ നിന്നും വരുന്നുണ്ട്. അപ്പം ഗവൺമെൻറ്റിന് സ്പേസും കാണില്ല, അതായിരിക്കും. പോകണം. ഇവിടെ നേരെ കോഴഞ്ചേരിയിലേക്ക് പോകാം. ചിലപ്പോൾ ഒരു 3-3.5 മണിക്കൂർ എടുക്കുമെന്ന് തോന്നുന്നു. 3.5 മണിക്കൂർ എടുക്കുമായിരിക്കും അല്ലേ? 3-3.5 മണിക്കൂർ എടുക്കുമായിരിക്കും അല്ലേ? ഇവിടെ ചേട്ടൻ ഫ്രണ്ട് ചെയ്ത് ജോലിയാണ്. പാർട്ടീഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ചെയിൻ ഒക്കെ എഴുതി നല്ല പാർട്ടീഷൻ. ഡ്രൈവർ സേഫായിട്ട് ഓടിക്കാൻ പറ്റും ചെയ്ത്. എന്തെങ്കിലും ദിവസമുള്ള ആൾക്കാരാണെങ്കിൽ തന്നെ അവർക്ക് അത് ഷോത്തില്ല. ഫുള്ളായിട്ട് നല്ല ടൈറ്റാക്കി പാർട്ടീഷൻ ചെയ്തു. ഓർക്കൊക്കെ ഇരിക്കുന്ന എല്ലാവരും നിർബന്ധമായി ഒന്നിൽ വീട്ടിൽ നിന്ന് വണ്ടി കഴിഞ്ഞാൽ നമുക്ക് സ്വന്തം കാറിലോ ഒരു ഡ്രൈവറിനെ വെച്ച് വരാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പ്രീപെയ്ഡ് ടാക്സി പിടിക്കണം. കോഴഞ്ചേരി വരെ പോകുന്നതിന് ഏകദേശം ഒരു 4,702 രൂപ. നമ്മുടെ അതിനകത്ത് എഴുതിയിരിക്കുന്നത് കോഴഞ്ചേരി 4 കിലോമീറ്റർ എന്നാണ്. ഞാൻ ശരിക്കും നോക്കിയിട്ട് നാരങ്ങ
ചാറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിലെത്തി. ഏകദേശം 1 മണിയായപ്പം വീട്ടിലെത്തി. വീട്ടിലെത്തിയ ഉടനെ തന്നെ എൻ്റെ ബാഗ് സാനിറ്റൈസർ ഉപയോഗിച്ച് നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് കയറ്റിയത്. പിന്നെ ഞാൻ വീടിൻ്റെ ഉള്ളിൽ കയറിയ ഉടനെ തന്നെ നമ്മുടെ ഹെൽത്ത് സെൻ്ററിൽ വിളിക്കുകയും ഞാൻ വന്നിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് അവർ നമുക്ക് പറഞ്ഞു തരികയൊക്കെ ചെയ്തു. നല്ല ക്ലിയറായിട്ട് അടിപൊളിയായിട്ടും പറഞ്ഞു തരികയൊക്കെ ചെയ്തു. അപ്പോൾ ഇനി ഒരു 3-4 ദിവസത്തിനുള്ളിൽ അവരെൻ്റെ കോവിഡ് ടെസ്റ്റ് നടത്തിയിട്ട് റിസൾട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ ഇനിയുള്ള 14 ദിവസങ്ങൾ ഞാൻ ഈ റൂമിനുള്ളിലായിരിക്കും. അപ്പോൾ റൂമിലുള്ള വിശേഷങ്ങളുമായിട്ട് ഞാൻ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. എല്ലാവരും മറക്കാതെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.